റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. അത്യാസന്ന നിലയിൽ പനിയോ മറ്റ് അസുഖങ്ങളോ ബാധിച്ച് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരിക മിക്ക NHS ആശുപത്രികളുടെയും സ്ഥിരം കാഴ്ചയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദശകത്തിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ കാത്തിരിക്കേണ്ടി വന്നവരുടെ എണ്ണം 2.9 ദശലക്ഷമായി ആയിട്ടാണ് ഉയർന്നത്. നിലവിൽ NHS അഭിമുഖീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന കണക്കുകൾ ആണ് ഇതെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ദശാബ്ദം മുമ്പ് 12 മണിക്കൂർ ട്രോളി കാത്തിരിപ്പ് ഏതാണ്ട് നിലവിലില്ലായിരുന്നു. 2015 ജൂൺ ജൂലൈ മാസങ്ങളിൽ വെറും 47 പേർ മാത്രമാണ് ഈ രീതിയിൽ കാത്തിരിക്കേണ്ടി വന്നത്. എന്നാൽ 2025 ജൂണിൽ മാത്രം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ രോഗികളുടെ എണ്ണം 38,683 ആണ്. നിലവിൽ A&Eയിൽ എത്തുന്നവരിൽ 7.2% ഹോസ്പിറ്റൽ അഡ്മിഷൻ ലഭിക്കുവാൻ 12 മണിക്കൂറോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട്. സഹപ്രവർത്തകയായ ഇന്ത്യക്കാരിൽ നിന്ന് നിരന്തരം അവഹേളനവും കുറ്റപ്പെടുത്തലും നേരിട്ട ഡെന്റൽ നഴ്സിന് 25,254 പൗണ്ട് നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ച് തൊഴിൽ ട്രൈബ്യൂണൽ. ഇന്ത്യയിൽ നിന്നുള്ള ദന്ത ഡോക്ടറായിട്ടുള്ള ജിസ്ന ഇക്ബാലും 64-കാരിയായ മോറിൻ ഹോവിസണും തമ്മിലുള്ള കേസിലാണ് നിർണായക വിധി വന്നിരിക്കുന്നത്. ലണ്ടനിലെ എഡിൻബർഗിലെ ഗ്രേറ്റ് ജംഗ്ഷൻ സെന്റർ കേന്ദ്രത്തിലാണ് സംഭവം. 40 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള നഴ്സാണ് മോറിൻ ഹോവിസൺ. ക്ലിനിക്കിൽ മോറിൻ വർഷങ്ങളായി ജോലി ചെയ്തു വന്നിരുന്ന റിസപ്ഷനിസ്റ്റ് ജോലികൾ ജിസ്നയ്ക്ക് ചെയ്യേണ്ടി വന്നു. 2024 സെപ്റ്റംബറിൽ മോറിൻ ജോലിസ്ഥലത്ത് കരഞ്ഞതോടെയാണ് പ്രശ്നം കൈവിട്ടത്. അതേസമയം മോറിന്റെ ആരോപണങ്ങൾ ജിസ്ന നിഷേധിച്ചിരുന്നു. ട്രൈബ്യൂണൽ നടത്തിയ അന്വേഷണത്തിൽ ഒറ്റപ്പെടുത്തലും ഭീഷണിപ്പെടുത്തലും നഴ്സ് ഇരയായെന്ന് കണ്ടെത്തി. ജോലിസ്ഥലത്തെ ഇത്തരം പ്രവൃത്തികൾ ഭീഷണിപ്പെടുത്തലുമായി കണക്കാക്കുമെന്നും ഇത്തരം പെരുമാറ്റം തുടർന്നാൽ തൊഴിലുടമ ഉത്തരവാദിയായിരിക്കുമെന്നും വിധിയിൽ പറയുന്നു. അവധിക്ക് ശേഷം സെപ്റ്റംബർ ആദ്യവാരം ഇംഗ്ലണ്ടിലെ സ്കൂളുകൾ തുറക്കുകയാണ്. ഈ അവസരത്തിൽ പല കുട്ടികളും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാതെ സ്കൂളിൽ എത്തുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഗുരുതരമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണമില്ലാതെ 5-ൽ ഒരാൾ പ്രൈമറി സ്കൂളുകളിൽ എത്തുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനുവരി മുതൽ ചിക്കൻ പോക്സിനെതിരെയുള്ള ഒരു പുതിയ പ്രതിരോധ കുത്തിവയ്പ്പ് സർക്കാർ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അത് എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. ചെറിയ ശതമാനം കുട്ടികൾ പോലും പ്രതിരോധ വാക്സിനുകൾ എടുക്കാത്ത സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ അത് കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ലോകാരോഗ്യ സംഘടന അനുസരിച്ച് ഹെർഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കുന്നതിന് കുട്ടികൾക്കിടയിൽ വാക്സിൻ എടുക്കുന്നതിനുള്ള ലക്ഷ്യം 95%. എന്നാൽ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വ്യാഴാഴ്ച പുറത്തിറക്കിയ 2024-25 കണക്കുകൾ കാണിക്കുന്നത് ഒരു ബാല്യകാല വാക്സിനും ഈ ലക്ഷ്യം കൈവരിച്ചിട്ടില്ല എന്നാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. തെക്കുകിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ 6.0 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനം. 250-ൽ അധികം പേർ മരിച്ചുവെന്നാണ് താലിബാനെ ഉദ്ധരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 100-ലേറെ പേർ മരിച്ചുവെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുനാർ പ്രവിശ്യയിലെ നൂർഗാൽ, സാവ്കി, വട്ട്പൂർ, മനോഗി, ചാപ്പാദാര ജില്ലകളിലാണ് മരണമുണ്ടായിരിക്കുന്നതെന്ന് അഫ്ഗാനിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രാലയം തുർക്കിയുടെ വാർത്താ ഏജൻസിയായ അനഡോലുവിനോട് അറിയിച്ചത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്ന് ജർമ്മൻ റിസർച്ച് ഫോർ ജിയോ സയൻസ് അറിയിച്ചു. 25ാമത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ സൗഹൃദം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. മോദിയും പുടിനും ഒരുമിച്ചാണ് വേദിയിലെത്തിയത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചു. ഷഹബാസ് ഷെരീഫിന് മുന്നിലൂടെയാണ് ഇരുവരും പോയത്. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു. ഉച്ചകോടിക്കിടെ ആചാരപരമായ നടപടിക്രമങ്ങൾക്കായി നേതാക്കൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. വയനാട് ചുരത്തിന് ബദലായി കോഴിക്കോട് ആനക്കാംപൊയിയിൽ നിന്ന് വയനാട് കള്ളാടി വരെ എത്തുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മുത്തപ്പൻ പുഴയ്ക്ക് സമീപം മുറിപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന തുരങ്കപാത വയനാട് ജില്ലയിൽ മേപ്പാടി ചൂരൽമല റോഡിൽ കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപത്താണ് എത്തിച്ചേരുക. 8.11 കിലോമീറ്റർ തുരങ്കപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും നീളമേറിയ തുരങ്കപാതയും രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയുമായി ഇത് മാറും. ഇനി കായിക വാർത്തകൾ. KCLൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ടീമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ആലപ്പി റിപ്പിൾസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് കൊച്ചി 8 കളികളിൽ 12 പോയിന്റുമായിട്ടാണ് സെമി ഫൈനൽ ഉറപ്പിച്ചത്. സ്കോർ: ആലപ്പി 20 ഓവറിൽ 6-ന് 176, കൊച്ചി 18.2 ഓവറിൽ 7-ന് 178. ടൂർണമെന്റിലെ മൂന്നാം അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു 41 പന്തിൽ 9 സിക്സും 2 ഫോറും ഉൾപ്പെടെ 83 റൺസ് എടുത്തു. സഞ്ജുവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.40 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.